ഇന്നത്തെ കഥ അപ്പൂപ്പന്റെ വികൃതി. കഥയിലേക്ക് സ്വാഗതം. ഒരിടത്ത് ഒരു വയസ്സായ അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പൂപ്പൻ തനിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പൂപ്പന്റെ മക്കളെല്ലാം കല്യാണങ്ങൾ കഴിച്ച് പുഴക്കക്കരെ കൊച്ചുമക്കളുമായി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം അപ്പൂപ്പനൊരു ആഗ്രഹം തോന്നി. തന്റെ മക്കളെയും കൊച്ചുമക്കളെയും കാണണമെന്ന്. അവരെ കാണണമെങ്കിൽ പുഴ കടന്നു പോകണം, പിന്നെ കുറച്ച് നടക്കുകയും വേണം. അപ്പൂപ്പന് വയസ്സായി. ഇത്ര ദൂരം യാത്ര ചെയ്യുന്ന കാര്യം ഓർത്ത് അപ്പൂപ്പൻ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നോർത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പൂപ്പൻ വാതിലൂടെ എത്തി നോക്കി. കള്ളന്മാർ, തടിമാടന്മാർ 3 പേരുണ്ടല്ലോ. പാവം, നമ്മുടെ അപ്പൂപ്പൻ പേടിച്ചു വിറച്ചു. കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. അവര് അകത്തേക്ക് വരുന്നത് പോലെ അപ്പൂപ്പന് തോന്നി. അപ്പൂപ്പൻ ഒളിക്കാനൊരു സ്ഥലം നോക്കി അകത്തേക്ക് ഓടി. അപ്പോഴേക്കും കള്ളന്മാരും അകത്ത് കിടന്നിരുന്നു. ആ കിളവൻ അകത്തുണ്ടെന്നാ തോന്നുന്നേ. പണം തരാൻ മടി കാട്ടിയ തട്ടിക്കളയണം, ഒരു കള്ളൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് കള്ളന്മാർ 3 പേരും മുറിക്കകത്ത് കയറി ഓരോ മുറിയും പരിശോധിക്കാൻ തുടങ്ങി. അപ്പൂപ്പന്റെ കിടപ്പ് മുറിയിലെത്തിയപ്പോൾ കള്ളന്മാർക്ക് ഒരു വലിയ പെട്ടി കിടക്കുന്നത് കണ്ടു. ദാ കണ്ടോ, ആ കിളവൻ സമ്പാദിച്ച സ്വർണം മുഴുവൻ ഇതിനകത്തുണ്ട്. നല്ല 1-ാം തരം സ്വർണം തന്നെ ആയിരിക്കും, സംശയിക്കണ്ട, കള്ളന്മാരുടെ തലവൻ പറഞ്ഞു. നേതാവ് പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി കള്ളന്മാർ പെട്ടിയും പൊക്കിയെടുത്ത് പുറത്തിറങ്ങി. നല്ല ഭാരം, കോളടിച്ചു. എന്തായാലും ഇന്നത്തെ ദിവസം നന്നായി, നേതാവ് പറഞ്ഞു. അവർ കഷ്ടപ്പെട്ട് ഭാരമുള്ള പെട്ടിയും ചുമന്ന് പുഴ നീന്തി അക്കരെ എത്തി. പെട്ടി നിലത്തിറക്കി വെച്ചു. നീ ഒന്ന് വേഗം തുറക്ക് ചങ്ങാതി, നേതാവിനെ സ്വർണം കാണിക്കാൻ ധൃതിയായി. ഒരു കള്ളൻ പെട്ടിയുടെ മൂടി തുറന്നു. അമ്മേ, ഒരു കള്ളൻ അറിയാതെ നിലവിളിച്ചുപോയി. എന്തുകൊണ്ടാ? പെട്ടിക്കകത്തു നിന്ന് സ്വർണത്തിന് പകരം സാക്ഷാൽ അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. കള്ളന്മാർ പകച്ചു നിന്നുപോയി. എന്താ ഇത്? മക്കളെ, വലിയ ഉപകാരമായി കേട്ടോ. മകളുടെ വീട്ടിലേക്ക് നടക്കാതെ എങ്ങനെ പോകുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഈ സുഖമുള്ള വികൃതി ഉണ്ടായത്. അപ്പൂപ്പൻ ഇതും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതും കണ്ട് കള്ളന്മാർ കയ്യും കൊടുത്ത് മുഖത്തോട് മുഖം നോക്കി നിന്നു. കൂട്ടുകാർക്ക് അപ്പൂപ്പന്റെ ഈ ചെറിയ കഥ ഇഷ്ടമായോ? നിങ്ങൾക്ക് കാതികയിലേക്ക് കഥ അയക്കണമെങ്കിൽ കാതികയ്ക്ക് അയച്ചു തരിക. ഞങ്ങൾ ഈ ആപ്പിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. ആപ്പ് കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. കൂടുതൽ കഥ ഞങ്ങൾക്ക് പറയാൻ അവസരമുണ്ടാക്കുക. അടുത്ത കഥ വരെ നന്ദി, നമസ്കാരം.